ഒരു സാറ്റർഡേ കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഒരുപാട് പരിപാടികൾ കാണും. രാവിലെ കുക്കിങ്, ക്ലീനിങ്, അത് കണക്കന്നെ ഔട്ടിങ് എന്ന് വേണ്ട ഒരുപാട് പരിപാടികളുമായിട്ടായിരിക്കും ഒരു സാറ്റർഡേ എഴുന്നേൽക്കുന്നത്. എന്താണെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊന്ന് അമ്പലത്തിൽ പോകണം. പിന്നെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുക, പിന്നെ എൻ്റെ ഡോണയും ബ്രോണയ്ക്കും ഫുഡൊക്കെ കൊടുത്ത് അവരുടെ വെള്ളമൊക്കെ മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എന്താണെങ്കിലും അങ്ങനെ അവരുടെ വെള്ളമൊക്കെ മാറ്റാമെന്ന് വിചാരിച്ച് താഴത്തേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ടാങ്കിൽ ഇതാ ഡോണ ഇങ്ങനെ ചത്ത് കിടക്കുന്നതാണ് കേട്ടോ കണ്ടത്. ഇവരിങ്ങനെ വാങ്ങാനൊക്കെ ഭയങ്കര സന്തോഷമാണെങ്കിലും ഇവർ മരിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഇനി എന്താണെങ്കിലും ഒരു ഫിഷിനെ വാങ്ങുന്നില്ല എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഈ ഒരു ബൗള് ഇങ്ങനെ എംപ്റ്റി ആയിട്ടിരിക്കുന്നുണ്ടപ്പോഴത്തേക്കും ആകെ മൊത്തം ഒരു മിസ്സിങ് ഫീൽ ചെയ്യും. എന്താണെങ്കിലും സമയം 9:45 ആയിട്ടുള്ളൂ. അമ്പലത്തിൽ പോകുന്നതിന് പകരം ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനൊക്കെ മാറ്റി നേരെ ഒരു ഫിഷിനെ വാങ്ങാൻ വേണ്ടി അങ്ങ് പോയി കേട്ടോ. എന്താണെങ്കിലും നമുക്ക് ആ ഒരു ബൗളിങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന കാണുമ്പോഴത്തേക്കും അവളുടെ ആ ഒരു ഓർമ്മ വരും. അങ്ങനെ നമ്മളിവിടെ ഫിഷിൻ്റെ പുതിയൊരു ഷോപ്പിലെത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ചെരുപ്പൊക്കെ വെളിയിൽ ഊരിട്ടിട്ട് കയറണമെന്ന് അവർ പറഞ്ഞു. കാരണം അത്രയും ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇവർ ഈ ഒരു ഫിഷിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. എന്താണെങ്കിലും ഇവിടെ വന്ന് ഒരുപാട് ഫിഷ് ടാങ്കുകളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ കൂടുതലായിട്ടും ഇരിക്കുന്നത് ബേട്ട ഫിഷിൻ്റെ മെയിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കേതൻ അറിഞ്ഞിട്ടില്ലായിരുന്നു കേതൻ്റെ ഡോണ ചത്തുപോയ കാര്യം. കാരണം വേറൊന്നുമല്ല, ആൾ രാവിലെ ആണെങ്കിലും അതിനൊക്കെ ഉറങ്ങുന്നതിന് മുമ്പും ഒരു ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകാറുള്ളത്. അത്രയും ഞാനും കേതനും ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു ആ ഒരു ഫിഷിൻ്റെ അടുത്ത്. സത്യം പറഞ്ഞാലും മെയിലുണ്ടെങ്കിലും ആ ഒരു ഭംഗി മെയിൽ ഫിഷിനാണെങ്കിലും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നതിനോട് അല്ലെങ്കിൽ നമ്മളോട് കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് ഫീമെയിൽ ഫിഷ് തന്നെ ആയിരിക്കും. ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് ചോദിക്കാറുണ്ടായിരുന്നു, നമ്മൾ എന്തിനാണ് ഈ ഒരു ഫീമെയിൽ ഫിഷിനെ വാങ്ങിച്ചത്? സത്യം പറഞ്ഞാൽ മെയിലല്ലേ കാണാൻ കൂടുതൽ ഭംഗിയുന്നത്. പക്ഷേ മെയിലിനേക്കാളും കൂടുതൽ ഭംഗി മാത്രമല്ല, കൂടുതൽ നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് ഫീമെയിൽ ഫിഷ് ആയിരുന്നു. ഞങ്ങളുടെ ഡോണ എന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ പേരിട്ടിരുന്നത് ഡോണ എന്നായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ അവൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ മൊത്തം ഒരു ബ്ലാങ്ക് ആയൊരു അവസ്ഥയായിരുന്നു. നമ്മളുടെ ഫാമിലിയിൽ നമ്മുടെ ഒരു അംഗത്തെ പോലെ തന്നെ നോക്കിക്കൊണ്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നൊരു ഫിഷ്, നമ്മൾ അത്രയും ടേക്ക് കെയർ കൊടുത്ത ഒരു ഫിഷ് പെട്ടെന്ന് ചത്തുപോകാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണല്ലോ. എന്താണെങ്കിലും കേതിനോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേതിൻ്റെ ഫിഷിനൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ വന്ന് സെയിം അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ഫിഷിനെ വാങ്ങാം എന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഫീമെയിൽ ഫിഷ് ഒന്നുമില്ല, മെയിൽ മാത്രമാണുള്ളത്. നമ്മൾ എന്താണെങ്കിലും ബ്രീഡിങ്ങിന് ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു മെയിലിനെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടുത്തെ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് കേട്ടോ അറിയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ 2 to 5 years വരെ ഇവർക്ക് ലൈഫ് ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നോർമലി ഈ ഒരു ബേട്ട ഫിഷിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് 1.5 years ഒക്കെയാണെന്നാണ് പറഞ്ഞത്. അതും നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്താൽ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിനൊരു ആശ്വാസമായത്. കാരണം എൻ്റെ ഒരു പേടി, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണോ അത് ചത്തുപോയെന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അവളിപ്പം ഒരു 1.5 years അടുത്തായിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ട്. അത്രയും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് തന്നെയായിരുന്നു ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ലിക്വിഡോ അല്ലെങ്കിൽ മിനറൽസോ ഒന്നും നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടില്ലായിരുന്നു. ഇത് കണക്കുള്ള ഒരു കണ്ടീഷണറോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ വെള്ളം മാറ്റുന്ന സമയത്ത് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുമായിരുന്നു. അതെൻ്റെ ഒരു കസിൻ പറഞ്ഞായിരുന്നു. അതല്ലാതെ മിനറൽസോ ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു. അവിടെ നിന്നൊരു പയ്യൻ എന്നോട് പറഞ്ഞു, എന്താണെങ്കിലും ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, 1.5 years വരെയൊക്കെയാണ് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ ബേട്ട ഫിഷ് നിൽക്കുകയുള്ളൂ. അതുമാത്രമല്ല കേതിനോടും പറഞ്ഞു അതിൻ്റെ ലൈഫ് അത്രയേ ഉള്ളൂ, അത് ചത്തുപോയതാണ്, ഇനിയിപ്പോൾ അതിന് നമുക്ക് തിരിച്ച് കിട്ടില്ല, നമുക്കതുപോലത്തെ വേറൊരു ഫിഷിനെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് അവനെ നല്ല രീതിയിൽ ആ ഒരു പയ്യൻ കൺവിൻസ് ചെയ്യിച്ചു കേട്ടോ. എന്താണെങ്കിലും എൻ്റെ മനസ്സിനും വല്ലാത്തൊരു ആശ്വാസമായി. എന്താണെങ്കിലും നമ്മൾ അത്രയും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് അത്രയും നാൾ പോയെന്നൊരു സന്തോഷം തോന്നി. അതിനുശേഷം നമ്മളിതാ ഇനിയൊരു അബദ്ധം പറ്റാൻ പാടില്ല, കണ്ടീഷണറും അവർക്ക് വേണ്ട മിനറൽസും അവരുടെ ഫുഡും എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ ഒരു ഫിഷ് ടാങ്കിനനുസരിച്ച് ഒരു 5 drop കണ്ടീഷണറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം എന്താ നമ്മുടെ ബ്ലൂ കളറിലെ ഈ ഒരു മെയിൽ ഫിഷിനെയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു 2 ദിവസം ഇവർക്ക് ഈ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ അനക്കാനൊന്നും പോയില്ല. അവനെ ഇട്ടതിന് ശേഷം അതേ കണക്ക് തന്നെ വെച്ച് കേട്ടോ. നമുക്ക് ഓൾറെഡി ഒരു റോണയുണ്ട്, ഇതിപ്പോൾ നമ്മളുടെ ഡോണയായി. എന്താണെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മളൊരു അംഗത്തെ പോലെ നമ്മൾ ഒത്തിരി ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നൊരു ഫിഷ് അതിനെന്തെങ്കിലും പറ്റുമ്പോൾ നമ്മുടെ മനസ്സിനാകും മൊത്തൊരു സങ്കടമാണ്. എന്താണെങ്കിലും എൻ്റെ ഈ ഒരു ദിവസം പോയെന്ന് തന്നെ പറയാം. ഇപ്പോൾ ദാ ഈ ഒരു പുതിയ ഡോണ വന്നപ്പോഴത്തേക്കും എനിക്കും ഹാപ്പിയായി, കേതിനും ഹാപ്പിയായി. സത്യം പറഞ്ഞാൽ ഞാനും കേതിനുമാണ് കേട്ടോ കൂടുതൽ ടൈമും ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം എനിക്കും കേതിനും ഒരുപാട് സങ്കടമായിരുന്നു. എന്താണെങ്കിലും കേതിനും ഓക്കെ ആയി എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ 2 ഫിഷും ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ റോണയും ഡോണയും തിരിച്ചു വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ടേക്ക് കെയർ ചെയ്യണമെന്നാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ.